ഇതാണ് നമ്മുടെ എയർ ഫ്രയർ. കണ്ടോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുഡ് ബാസ്ക്കറ്റ്. ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രസ് ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് പ്രസ് ചെയ്ത് മുന്നോട്ടേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ബാസ്ക്കറ്റ് നമുക്ക് ഇതുപോലെ തുറക്കാൻ പറ്റും. ഇതിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടിയിലൊരു ബേസ് ഉണ്ട്. അപ്പോൾ അതും എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. മുന്നോട്ടേക്ക് പുഷ് ചെയ്താൽ താഴെ ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് മേലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ടും രണ്ടായിട്ട് കിട്ടും. അത് ഞാൻ നമ്മുടെ എയർ ഫ്രയറിൻ്റെ എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫുഡ് ബാസ്ക്കറ്റ് വരുന്നത്. ഞാൻ കുറച്ച് ഓയിൽ ഇതിൽ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എനിക്കിൻ്റെ സംഭവം ഡ്രൈ ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഓയിൽ ഇട്ടത്. ഇതിൻ്റെ നമ്മുടെ നഗറ്റ്സ് വെച്ച് കൊടുക്കുകയാണ്. ഓൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ഡിജിറ്റൽ ഡിസ്പ്ലേ കാണാൻ പറ്റും. ഇത് പവർ ഓൺ ചെയ്താൽ ബൈ ഡിഫോൾട്ട് 180 ഡിഗ്രീസിൽ 20 മിനിറ്റ്സ് ആണ് വരിക. നമുക്ക് നോക്കാം, എന്തായാലും നോക്കട്ടെ. ഞാനിപ്പോൾ അപ്ലയൻസ് ഓഫ് ചെയ്തു. നഗറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. അപ്പം ഞാനൊരു പീസ് കഴിച്ചു നോക്കട്ടെ. നമ്മൾ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്ത നഗറ്റ്സ് ആണ്. ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായില്ല. നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്യുമ്പം ഓയിൽ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ ഓയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഞാൻ കഴിക്കട്ടെ. ഞാനിപ്പോൾ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. 180 ഡിഗ്രീസിൽ ഒരു 10 മിനിറ്റ് ആണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ. ഇത് ചിക്കൻ തൈസ് ആണ്. ഇതിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തൈര്, ലെമൺ ജ്യൂസ്, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക്, കൊറിയാൻഡർ ലീവ്സ്, ഇതൊക്കെ എന്താ പറയുക മിക്സിയിലിട്ട് അരച്ച്, പെരിഞ്ജീരകം എല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ചൊരു പേസ്റ്റ് ആക്കിയിട്ട് ആ ഒരു എന്താ പറയുക മാരിനേറ്റിലാണ് ഇപ്പൊ ചിക്കൻ ഇരിക്കുന്നത്. അപ്പൊ അതായത് നമുക്ക് എന്തായാലും ഇതൊന്ന് 10 മിനിറ്റിൽ റെഡി ആവട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ അൽഫാമിന്റെ പരിപാടികൾ തുടങ്ങാം. ഇതൊന്ന് തുറന്നിട്ട് ശ്രദ്ധിച്ചൊക്കെ തുറക്കണം, കാരണം ചൂടുണ്ടാവും. അപ്പോൾ അത് എൻ്റെ ചിക്കൻ കുട്ടൻ്റെ ക്ലോസപ്പ് കണ്ടോളൂ. ഇതാണ് അതിൻ്റെ അവസ്ഥ. ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 ചിക്കൻ തൈസ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ വെക്കാൻ എനിക്ക് സ്ഥലമില്ല. ഇത് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതിൽ പോയിട്ട് 20 മിനിറ്റ്സ് എന്നുള്ളത് ഞാനൊരു ഇത് ഓക്കെ ടെമ്പറേച്ചർ എനിക്ക് എന്തായാലും കൂട്ടണം. അപ്പോൾ ഞാൻ 200 വെച്ചിട്ടുണ്ട്, അതാണ് മാക്സിമം. 15 മിനിറ്റ്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 200 15 മിനിറ്റ്സ് ആണ് നമ്മളിനി വെക്കാൻ പോകുന്നത് ഓൺ. അപ്പോൾ എൻ്റെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ എന്തായാലും ഇതിനൊന്ന് പുറത്തെടുക്കട്ടെ. അപ്പോൾ അൽഫാം കഴിച്ച് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു. നല്ല കിടിലനായിട്ട് അൽഫാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സാദിയയുടെ ചിക്കൻ ബർഗർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സാദിയയുടെ ചിക്കൻ ബർഗർ ഉണ്ടാക്കി നോക്കാം. ഒന്ന് തുറക്കട്ടെ. ഇതിൽ ഇതുപോലെ 4 ബർഗർ പാറ്റി കിട്ടും. അത് നമുക്കതൊന്ന് കുക്ക് ചെയ്യാം. എപ്പോഴും നിങ്ങൾ ഈ പാറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് സാധനം വെക്കുമ്പോഴും ലെയർ ചെയ്യാതെ കുറച്ച് അതിന് സ്പേസ് കൊടുത്തിട്ട് വെക്കുക. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. 200 10 മിനിറ്റ്സ് അല്ലേ വെക്കണ്ടേ? 15 വെക്കാം അല്ലേ? 15 വെച്ച് നോക്കാം. ഓൾറൈറ്റ്. ഇനി നമുക്ക് 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കാം ആയോ ഇല്ലയോ എന്നൊക്കെ. ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ബർഗർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫ്രൈസും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഫ്രൈസിൽ ഞാൻ കുറച്ച് സോൾട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് കുറച്ച് സോൾട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് വെച്ചു. എന്നിട്ട് ഞാൻ 200-ൽ 10 minutes ആണ് വെച്ചത്. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രൈസ് നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നു. അതായിരുന്നു നമ്മളുടെ എയർ ഫ്രയറിൻ്റെ അൺബോക്സിങ്ങും നമ്മുടെ ഫസ്റ്റ് പ്രിപ്പറേഷനും ഒക്കെ. ഇനി കൂടുതൽ ഐറ്റംസ് ഞാൻ അതിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ. അപ്പോൾ ഇതാണ് ഇത് കുറച്ച് ബാക്കോട്ട് ആക്കണം. ഞാൻ ഇവിടെ ഇരുന്നാലോ നല്ല ഇതുപോലെ. ദാറ്റ്സ് ഓക്കെ. കൈ ഉണ്ടോ? അല്ല അങ്ങനെ പിടിക്കുന്നു. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ചെടിയുണ്ട്. കുറച്ച് സ്റ്റാൻഡ് പൊക്കിക്കോ. സ്റ്റാൻഡിന്റെ അത് സ്ലാൻഡിങ് പോലെ ഇങ്ങനെ ഇരിക്കാം. ലൈങ്കോ ഇതേപോലെ വെച്ച് കൊടുക്കാം. അതിൻ്റെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറുത്തുപോയി, എന്നാലും സാരില്ല. നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. 200-ൽ 10 minutes അല്ലേ വെക്കണ്ടേ എന്നാണ് തോന്നുന്നത്. നമുക്ക് കൂട്ടി നോക്കാം. ഇതിൽ ടൈമൊക്കെ സെലക്ട് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് ആദ്യം ഞാൻ യൂസർ മാനുവൽ നോക്കി ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് ഞാൻ വരാം.